എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ഈ പയറൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ അടുത്ത സെറ്റ് പയർ നടാനുള്ള സംവിധാനം കേട്ടോ. പയർ ഏകദേശം തീർന്നു. ഇനി ചിലപ്പം വളമൊക്കെ ഇട്ട് കൊടുത്ത് ചിലപ്പോൾ ആവും. പക്ഷെ എന്നാലും കഴിഞ്ഞൊരു പലതിൻ്റെ പൂക്കണിയൊക്കെ കരിഞ്ഞു ഉണങ്ങിപ്പോയി. ഈ പയറിൻ്റെ തുമ്പൊക്കെ ഉണങ്ങിപ്പോയി. പൂക്കണ്ണി അരിയിലൊക്കെ പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കത് മാറ്റാം. ചീരയൊക്കെ പറിച്ച് കളയാൻ നോക്കും. അതിനിടയ്ക്കൊരു കുത്തിരിച്ചുണ്ട കയറി വന്നു. അത് നമുക്കൊരു ശല്യമാണ് സത്യം പറഞ്ഞാൽ. നിറയെ മുള്ളായതുകൊണ്ട് അതിൽ കടന്നു പോകാൻ പറ്റണില്ല. അപ്പം അതെ പയറിൻ്റെ വേറൊരു വില്ലനാണ് കേട്ടോ. അത് ഇത് കണ്ടോ. അത് രണ്ട് കൊമ്പുള്ള പ്രാണി. അതാണ് പയറിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് തണ്ടിൻ്റെ അവിടെ വെച്ച് വാടിപ്പോവും. നമ്മൾ നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തണ്ട് മൊത്തം വാടിക്കിടക്കും പയറിൻ്റെ. അവനാണ് നമ്മൾ പയറിൻ്റെ തണ്ട് മുട്ടയിട്ട് വയ്ക്കും. അപ്പോൾ പിന്നെ മേലോട്ടുള്ള ഭാഗം ബ്ലോക്കാവും. നമുക്ക് അത് അപ്പോഴാണ് അതിന് മേലോട്ടുള്ള ഭാഗം കയറി വാടിപ്പോണത്. ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പ് ചാഴിയാണ് കേട്ടോ. 4 ടൈപ്പ് ചാഴിയുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത സ്മെല്ലാണ് കേട്ടോ. നമ്മളിങ്ങനെ കൈ പിടിച്ച് കൊല്ലാൻ പയർ വല്ലാത്ത സ്മെല്ല് അനുഭവപ്പെടുന്നൊരു ചാഴിയാണിത്. ഇത് കണ്ടോ, കൈ മുഴുവൻ സ്മെല്ലാവും. പിന്നെ പോവില്ല. പോകണമെങ്കിൽ ഇച്ചിരി പാടാം. പിന്നെ നമുക്ക് ഈ ചോളം നിന്ന സ്ഥലം, ചോളമൊക്കെ വിളവെടുത്തായിരുന്നു. ഇതിൻ്റെ പിന്നെ അവിടെ നമ്മൾ ക്ലീൻ ആക്കണം. ഇതൊക്കെ വൃത്തിയാക്കി നമുക്ക് വീണ്ടും ചോളം പിന്നെ പയറും ഒക്കെ നടാനുള്ളത്. അവിടെ നമ്മുടെ പയർ വിളവെടുത്ത സ്ഥലമായിരുന്നു കേട്ടോ. ഇതൊക്കെ പറിച്ച് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും പയർ നടാനുള്ളത്. ചീരയൊക്കെ നമുക്ക് പറിച്ച് മാറ്റണം. വളം എന്താണെന്ന് അറിയോ? വളമൊക്കെ സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വെളിയെ ഇടാവേ. ഓക്കെ. ഇത് കണ്ടോ, ഇത് ഒരു കമ്പോസ്റ്റാണ് കേട്ടോ. കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതുണ്ടല്ലോ, ഉമ്മിക്കരി ഇതാക്കിയത് കണ്ടോ. ഞാൻ കരിയില കമ്പോസ്റ്റ്. പിന്നെ അതിൻ്റെ പുറകെ ഉമ്മിക്കരി, കോഴിയുടെ വേസ്റ്റ്, അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റ്, ഏതെങ്കിലും മതി കേട്ടോ. കോഴിയുടെ വേസ്റ്റോ മീനിൻ്റെ വേസ്റ്റോ എന്തായാലും കുഴപ്പമില്ല. അത് നമുക്ക് അത് രണ്ടും കൂടെ മിക്സ് ആക്കിയതാട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കും. ഇത് കരിയില കമ്പോസ്റ്റ്, അടുക്കള വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇത് കോഴിയുടെ വേസ്റ്റും ഉമ്മിക്കരിയൊക്കെ സെറ്റാക്കി വെച്ചത്. 45 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞ ഇതിട്ട് ഒട്ടും സ്മെല്ലുണ്ടാവില്ല കേട്ടോ. ഇതുപോലെ കട്ടിയുള്ള എല്ല് മാത്രമേ ദ്രവിക്കാതിരിക്കുള്ളൂ. ബാക്കി സകല സംഭവം അതിനകത്ത് ദ്രവിച്ച് തരും. ചെറിയ വെച്ചിട്ടുള്ള വളം കമ്പോസ്റ്റും നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ സ്ഥലത്ത് കൊണ്ടിടാം, ബക്കറ്റിലേക്ക്. നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ കുമ്മായിട്ട് ഇടയ്ക്കൊന്ന് ട്രീറ്റ് ചെയ്തായിരുന്നു. കുഞ്ഞ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഡോളമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 സൈഡിൽ ഞാൻ വളയിട്ടായിരുന്നു. അത് നമ്മുടെ അടുക്കള വേസ്റ്റ്, സവാളത്തൊലി, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിലേക്ക് അത് നമ്മൾ കുമ്മായിട്ട് തന്നെ അതിൻ്റെ എഫക്റ്റീവ് അത് കമ്പോസ്റ്റായി വരണേ ഉള്ളൂ. ഓക്കെ. നമുക്ക് അതിന് പകരം ഇതിൻ്റെ കൂടെ ഡോളമേറ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി വളമാണ് കേട്ടോ. ഇതായി നോക്കിയത് ഇളക്കി കുറേ ഇതിനിടയ്ക്കൊരു ഇത് നമുക്ക് വെട്ടിക്കളയാം.
ഇത് കുത്തരിച്ചുകൊണ്ടാ. മരുന്നേടി ആയതുകൊണ്ട് ഞാൻ കളയാതെ നിർത്തിയായിരുന്നായിരുന്നു. ഔഷധസസ്യമാണല്ലോ എന്ന് വിചാരിച്ച്. അത് എൻ്റെ ഇവിടെ അപൂർവം എപ്പോഴും ഇത് ഉണ്ടാവില്ല. ഉണ്ടാകാത്തതിന് ഞാൻ അതിനെ കളയാതെ നിർത്തിയിരുന്നു. ഇനി നമുക്കത് എൻ്റെ ആ ഭാഗത്തെ കൊമ്പ് വെട്ടിക്കളയാം. ഓക്കെ. തീർന്നില്ല, എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡോളോമെറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡോളോമെറ്റ് വളത്തിൻ്റെ കൂടെ ഡോളോമെറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. ഇതിന് സെറ്റായി കിട്ടണമെങ്കിൽ pH ലെവൽ കറക്റ്റ് ആക്കണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും. ഒരു മാസമൊന്നുമല്ല, അത് കൂടുതൽ പിടിക്കും. അപ്പോഴത്തേക്കും ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ദിവസം ഒന്ന് കിടക്കട്ടെ. നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് പയർ വിത്ത് ഇടാം കേട്ടോ. എനിക്ക് വളം ഇട്ടൊന്ന് സെറ്റാണ്. ഒന്ന് മറ്റേ വാഴച്ചപ്പ് വെച്ചൊന്ന് മൂടി കൊടുക്കണം കേട്ടോ. കണ്ടമാനം വെയിൽ കൊള്ളണ്ട, വളത്തിൻ്റെ ഗുണം പോകും. ഇന്നലെ മഴ പെയ്ത കാരണം നല്ല സുഖമായി. ഇതൊക്കെ വലിച്ച് പറിച്ച് കളയാനും പുല്ലൊക്കെ പറിക്കാനും. നമ്മൾ നനയ്ക്കാൻ സ്ഥലമായിരുന്നു, എന്നാലും നന്നായിട്ട് മഴ പെയ്ത് കിട്ടിയപ്പോഴേ നല്ല മഴയായിരുന്നു. അതിന് അകമ്പടിയായിട്ട് ഇടിയുണ്ടായിരുന്നു കേട്ടോ. താഴെ കോഴിവളവും ചാണകവും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും കരിയില കമ്പോസ്റ്റും ഉമ്മിക്കരിയും കൂടെയാണ് നമ്മൾ മിക്സ് ആക്കിയത്, ഡോളോമെറ്റും. പിന്നെ നമ്മൾ ചെയ്ത് അതിന് അടിയിൽ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ കോഴിവളം ഒരു സൈഡിൽ ചാണകം കൂടെ അടുക്കള വേസ്റ്റും ഇട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വളമാണ്. ഇനി പയർ നമുക്ക് ഇതൊക്കെ ഒന്ന് മൂടി കൊടുക്കാം കേട്ടോ, വാഴച്ചപ്പ് വെച്ചിട്ട്. എന്നിട്ട് ഒരു ദിവസം ഒന്ന് കിടന്നിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ നനച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ പയർ നടാം. ഓക്കെ. മണ്ണുമായിട്ടൊന്ന് സെറ്റാവണ്ടേ. മണ്ണ് വളം വലിച്ചെടുത്തെങ്കിലല്ലേ നമ്മുടെ ചെടികൾക്ക് വളം കിട്ടുള്ളൂ. മണ്ണിൽ നിന്നല്ലേ നമ്മുടെ ചെടികൾ വളം വലിച്ചെടുക്കണം. അതാണ്. അപ്പം നമ്മൾ മണ്ണിലേക്ക് ഈ വളം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് പയറിടാൻ പാടുള്ളൂ. പയറിൻ്റെ വിത്ത് നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് വേണം, തലേദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുക. നല്ല കരുത്തുള്ള മുളകൾ വരും. എല്ലാവരും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി പയർ വിത്ത്, നല്ല വെറൈറ്റി പയർ വിത്ത്, നല്ല ഇനം പയർ വിത്ത് എനിക്കിവിടെ കഴിഞ്ഞ ദിവസം കിട്ടി. നമുക്ക് ഹൈബ്രിഡാണ് കേട്ടോ. വിത്ത് രണ്ടാമത് എടുക്കാൻ പറ്റില്ല. ഓക്കെ. ഇതിനകത്തേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണേ. ഇതിനകത്ത് നമ്മൾ ഇത് അരി നിങ്ങൾ അരച്ചതാണ്. അതിനകത്ത് ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ തേയില വെള്ളം, അതായത് കട്ടൻ ചായ, കുറച്ച് കടുപ്പത്തിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിനകത്തുനിന്ന് വേരുകൾ പുറത്ത് വരുമ്പോൾ ധാരാളം വേരുകൾ ഉണ്ടാവാനുള്ളതാണ് കേട്ടോ. ഇത് മണ്ണിനൊരു ഹെൽത്ത് വേണം, മണ്ണിൻ്റെ ഒരു ടോണിക്കുമാണ്, ചെടികൾക്കും ഒരു ടോണിക്കാണ്. രണ്ടിനും പറ്റും. എന്ത് തൈകൾ നട്ടാലും നട്ട് ഇല ആദ്യത്തെ കൂമ്പ് വരുമ്പോൾ ഇതൊന്ന് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. ഒത്തിരി വേരുകൾ വരും. അപ്പോൾ ഒത്തിരി വേരുകൾ വന്നെങ്കിലല്ലേ ചെടികൾക്ക് ഒത്തിരി വളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിത് നടണതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു അണുക്കൾ ധാരാളമുള്ള സംഭവം ആയതുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കണേ.
വാഴക്കച്ചി വെച്ച് എന്തായാലും കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ നടണ ഭാഗത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. അല്ലേ, നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഭാഗത്തല്ലേ നമ്മൾ വിത്ത് നടണേ, ആ ഭാഗത്ത് മൊത്തം വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു വളർച്ചയായിരിക്കും കേട്ടോ കിട്ടുക. ഓക്കെ.